അങ്ങനെ ഇന്ത്യ സഖ്യം ഇന്ന് കരുത്ത് തെളിയിക്കാൻ വീണ്ടും ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പിയിലേക്കാണ് പുറപ്പെടുന്നത്. യു പിയിലെ ആദ്യ റാലി ഇന്ന് നടക്കുകയാണ്. മീററ്റിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി. രാകേഷ് വീണ്ടും ചേരുന്നുണ്ട്. ഇത് ഒരു പക്ഷേ നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രത്യേകതയുണ്ടല്ലോ. അതായത് ഇന്ത്യ മുന്നണി അവിടെ ശക്തിപ്രകടനം നടത്തുന്നു. അത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ്. EDയെയും ആദായ നികുതി വകുപ്പിനെയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുള്ള മറുപടി കൂടി ഇന്ന് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നൽകില്ലേ? അഭിലാഷ്, യു പി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്നാണ് പൊതുവെ പറയാറുള്ളത്. BJPയുടെ രണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങളും 2014-ലാകട്ടെ 2019-ലാകട്ടെ യു പിയിൽ വലിയ മുന്നേറ്റം BJP നടത്തിയിട്ടുണ്ട്. അവരുടെ വലിയ വിജയങ്ങൾക്ക് യു പിയിലെ നേട്ടം ഒരു കാരണമായിരുന്നു. ഇപ്പോഴേതായാലും യു പിയിലെ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയാണ്. മീററ്റിലാണ് ആദ്യത്തെ റാലി. മീററ്റിലെ രാഷ്ട്രീയമായ പ്രത്യേകത പശ്ചിമ യു പിയുടെ ഭാഗമാണ് മീററ്റ്. ഒപ്പം തന്നെ ജാട്ടുകൾ, ഒപ്പം തന്നെ ഗുജ്ജറുകൾ, ഈ സമുദായങ്ങൾ വലിയ മേധാവിത്വം അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ജാട്ടുകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കർഷക സമരവുമായി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ജാട്ട് വിഭാഗം ഇവിടെ നിന്ന് BJPയിൽ നിന്ന് അകലുന്നു അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഏതായാലും RLD, പ്രത്യേകിച്ച് ജാട്ടു പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ജയന്ത് ചൗധരിയുടെ പാർട്ടി, ആ പാർട്ടിയെ ഒപ്പം നിർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച, കഴിഞ്ഞ തവണയൊക്കെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമായി മത്സരിച്ച പാർട്ടിയാണ് RLD. അപ്പോൾ RLD NDAയിൽ പ്രവേശിച്ചതിന് ശേഷം മോദിയുടെ ഒരു പ്രധാനപ്പെട്ട റാലിയിൽ പങ്കെടുക്കുന്നതാണ് ഇന്നത്തെ പ്രത്യേകത. ജയന്ത് ചൗധരി ഇന്നത്തെ റാലിയിൽ പ്രധാനമന്ത്രിയുമായി വേദി പങ്കിടുന്നുണ്ട്. അവർ 2 സീറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമ UP അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മീററ്റിൽ നിന്ന് ഇന്ന് റാലി തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണവും യു പിയിലെ പ്രചാരണം പ്രധാനമന്ത്രി ആരംഭിച്ചത് മീററ്റിൽ നിന്ന് തന്നെയായിരുന്നു. സ്വാഭാവികമായും അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് റാലി അടക്കം രാംലീല മൈതാനിയിൽ നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും റാലിയിൽ പരമാവധി പ്രവർത്തകരെ എത്തിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് BJP. വരും ദിവസങ്ങളിലും യു പിയിലെ വിവിധ മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. തീർച്ചയായും ഉത്തർപ്രദേശിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമായി ഉയർത്തി കാണിക്കാൻ പോകുന്നത് രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയായിരിക്കും. അങ്ങനെ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ കഴിയുമെങ്കിൽ ഉത്തർപ്രദേശ് തൂത്തുവാരുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി മറുപടി നൽകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ഇനി 26 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്.